ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ പിതാവിൻ്റെ പക്കൽ നിന്ന് നീ വാങ്ങിത്തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ. ഞാനതിൽ സംപ്രീതനാവും, മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ശരിക്കും ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യം അത് ആപ്റ്റായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നമുക്കറിയാം, നമ്മൾ പല പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഒത്തിരിയേറെ വരുമാന മാർഗങ്ങൾ തേടി അലയുന്നവരാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിനനുസരിച്ച് ഉള്ള ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമ്മളേറെ കഷ്ടപ്പെടുന്നു. പലരും ഇങ്ങനെ ഒരു പരാതിയൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് രാവന്തിയോളം ഇങ്ങനെ അലയുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷേ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇപ്പം ഹോസ്പിറ്റലിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ഡ്യൂട്ടിയിലായിക്കൊള്ളട്ടെ. ഈ കാലഘട്ടത്തിലെ എൻജിനീയേഴ്സിനെയൊക്കെ അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ എൻജിനീയർ, കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ അറിയാം. ഷിഫ്റ്റ്, ടൈമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷേ ഇതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നത് അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. ശരിക്കും ഇങ്ങനെ മന്ത്ലി സാലറിയിൽ വീടൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നതിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഡബിൾ കോട്ട് ബെഡിൽ സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റ് ഇട്ട് എത്തിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ സാലറി കാര്യങ്ങളൊക്കെ. കാരണം ഒരിടത്തും എത്തിപ്പെടില്ല. എവിടേക്കോ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഗ്യാപ്പ് വരും, ഇപ്പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പുറം ഗ്യാപ്പ് വരും. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസീസോ എന്തെങ്കിലും കാര്യം പെട്ടെന്നങ്ങ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി കംപ്ലീറ്റ് തകിടം മറിയുക നമ്മുടെ സിറ്റുവേഷൻ. കാരണം നമുക്ക് ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ആ സമയമായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഊരിയും കയ്യിലും കഴുത്തിലൊക്കെ കിടക്കുന്നതൊക്കെ ഊരി കൊണ്ടുപോയി പണയം വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അത് എടുത്ത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ മുമ്പോട്ട് പോകുന്നു. സൈന്യയുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ അതിനുശേഷം 9-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയാണ്, ദൈവം പറയാണ്, ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പം ഒരുപാട് കുടുംബങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചുറ്റുപാടും. ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായമായിട്ടൊക്കെ അപേക്ഷയൊക്കെ പറയുമ്പോൾ, പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അവരോട് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്, ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് എല്ലാ കുടുംബത്തിൻ്റെയും ഒരു സിറ്റുവേഷൻ അതിൻ്റെ കഴിഞ്ഞ തലമുറയുമായിട്ടൊരു കമ്പാരിസനൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു കോമൺ ഫാക്ട്സ് ഉണ്ട് എല്ലാ കുടുംബത്തിലും. തകർച്ചയ്ക്ക് ഒരു മെയിൻ കാരണമുണ്ട്. അത് ഏതൊക്കെയോ സമയത്ത് അവഗണിക്കപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ്. ഏതൊക്കെയോ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ അവഗണിക്കപ്പെടുന്ന
ഒരു ദൈവിക സാന്നിധ്യമാണ്. ശരിക്കും ഒരു 1960s നമ്മുടെ അവരെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിലെ ആൾക്കാരെക്കുറിച്ച് 1960s ആൾക്കാരെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ആ സമയത്തൊക്കെ ഒരു ആദ്യത്തെ മൈഗ്രേഷൻ്റെ ടൈമാണ്. കാരണം ഇപ്പം അറിയാം, ഈ മലബാർ ദേശത്ത്, ഹൈ റേഞ്ച് ദേശത്തൊക്കെ ഇങ്ങനെ കോട്ടയം പ്രദേശത്ത് നിന്നാണ് ആൾക്കാരിങ്ങനെ കുടിയേറിയ കാലഘട്ടമാണ് 60s 70s. ആ സമയത്ത് നമുക്കറിയാം അവരവിടെ കുടിയേറുന്നു, അവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നു, അവിടെ കൃഷി ഇറക്കുന്നു. അപ്പം ഭയങ്കര മൃഗങ്ങളുടെയും വനവും ഒക്കെ, അങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ നടുക്കാണ് ഇവർ കയറുന്നത്. കാലാവസ്ഥയും ഒക്കെ അവർ അതിജീവിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ അവർ ആദ്യം ചെന്ന് ഒരു ദേവാലയം സ്ഥാപിക്കും. ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ചെന്ന് ആദ്യം ചെന്നൊരു ദേവാലയം സ്ഥാപിക്കും. ദൈവത്തിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവരിങ്ങനെ ഈ നാട്ടിൻപുറത്ത് നിന്നും ഇങ്ങോട്ടൊക്കെ വന്ന് മലബാർ ദേശത്തേക്കൊക്കെ വന്ന് ഹൈ റേഞ്ചിലൊക്കെ ചെന്ന് വെട്ടിപ്പിടിച്ച് കൃഷി ഇറക്കി നിൽക്കുമ്പോൾ ആദ്യം കൊടുത്തിരുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണ്. കാരണം ദൈവാശ്രയമായിരുന്നു. കാരണം പട്ടിണിയും പഞ്ഞമൊക്കെ ആയിരുന്നു കുടുംബത്തിലൊക്കെ. 10-20 മക്കളൊക്കെ ഉണ്ട്. അതിൽ അമ്മമാരെയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, അവസാനം ഇങ്ങനെ കഞ്ഞിയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാരി കൊടുത്തിട്ട് അമ്മച്ചിമാർക്കൊന്നും കഞ്ഞി കുടിക്കാനൊന്നും കാണില്ല. എന്നിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് വയറിറക്കി ഉടുത്ത് കിടന്ന അമ്മമാരുടെ ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ കുടുംബങ്ങളും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ദൈവത്തിൽ ആശ്രയിക്കാതെ അവർക്ക് നാളെ എന്നൊരു ദിവസം ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ലാൻഡിൽ ഇപ്പം ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുലച്ച് നിൽക്കുമ്പോൾ ദൈവത്തിലിങ്ങനെ ആശ്രയിച്ച് നിൽക്കും. ഒരു കൊടുങ്കാറ്റ് അടിക്കാൻ പാടില്ല. കാരണം ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ 4-5 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ കംപ്ലീറ്റ് അധ്വാനമാണ് വൃഥാവിലാവുന്നത്. അതുകൊണ്ട് ആ പറമ്പിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കാനായിട്ട് പാടില്ല. അതിനുവേണ്ടി ഡെയിലി രാവിലെ കർത്താവിൻ്റെ അടുത്ത് പോയി മുട്ടുപ്പ വിളിക്കുമായിരുന്നു. കാരണം ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കുമായിരുന്നു. എൻ്റെയൊക്കെ ജീവിതത്തിലെ അനുഭവം ഇതാണ്. കാരണം നമ്മൾ കർത്താവിന് ഒരു സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ കർത്താവ് നമുക്ക് ഒരു സ്ഥാനം തരത്തുള്ളൂ. അവൻ വലിഞ്ഞു കയറി വന്ന് ഒന്നും ചെയ്ത് തരത്തില്ല. അങ്ങനത്തെ ഒരു മാനം കെട്ട കാര്യങ്ങളൊന്നും ഈശോ ചെയ്യത്തില്ല. നമ്മൾ അവനൊരു വില കൊടുത്താൽ അവൻ നമുക്കൊരു വില തരും. ഞാൻ എൻ്റെ ദൈവത്തെ രാജാവിനെ പോലെ ആരാധിച്ചാൽ അവൻ എന്നെ ഒരു രാജാവിനെ പോലെ നടത്തും. ഞാൻ അവന് ഉന്നതമായ ഒരു പദവി അവന് ഞാൻ കൊടുത്താൽ അവൻ എനിക്ക് ഉന്നതമായ ഒരു പദവി അവൻ തരും. ഞാൻ അവനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയാൽ അവൻ എന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. ഇനി ഞാൻ അവന് ഒരു പുല്ല് വിലയാണ് കൽപ്പിക്കുന്നെങ്കിൽ അവൻ എനിക്ക് ഒരു പുല്ല് വില പോലും തരില്ല. എൻ്റെ അധ്വാനത്തിന് ഒരു പുല്ല് വില തരില്ല. അനുഗ്രഹമാവില്ല അത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പുല്ല് വില അവൻ തരില്ല. കാരണം ഇതൊരു പ്രൊപ്പോർഷണലാണേ. ഞാൻ എന്തുമാത്രം വില കൊടുക്കുന്നോ അതനുസരിച്ചാണ് ഈശോ എനിക്ക് വില തരുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വില നമുക്ക് കിട്ടത്തില്ല. കാരണം അവന് വില മതിക്കപ്പെടുന്നില്ലെങ്കിൽ അവന് നമുക്കൊരു വിലയും തരത്തില്ല. ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഭയങ്കര ഒരു ഗോപുരമൊക്കെ കാണും. ശരിക്കും ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ മോളുവശം ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ ഒരു പിരമിഡ് പോലെയൊക്കെ ഒരു ഗോപുരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ അന്ന് അവിടെ ഒരു പ്രായമുള്ളൊരു മനുഷ്യനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഈ ഗോപുരം ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതെന്ന്. അപ്പം അയാൾ പറഞ്ഞു, അത് ദൈവത്തിൻ്റെ പാദമാണെന്ന് പറഞ്ഞു. എന്നെ ഒത്തിരി വണ്ടറാക്കി ആ സംഭവം. കാരണം നമ്മളിങ്ങനെ കാലിങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലാണ് അവർ ആ ക്ഷേത്രങ്ങളിലെ ഗോപുരമൊക്കെ പണിത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പാദം ഇത്രയും പൊക്കത്തിൽ പണിത് വയ്ക്കുന്നത്? അപ്പം അവർ പറഞ്ഞൊരു സംഭവം ഇതാണ്, അതിൻ്റെ മുകളിൽ ആരും വീട് പണിയാറില്ല. ഇപ്പോൾ 2 നില വീട് 3 നില വീടൊക്കെ പണിയും, പക്ഷേ ആ ഗോപുരത്തിൻ്റെ ഹൈറ്റിൻ്റെ മുകളിലേക്ക് ആരും വീട് പണിയാറില്ല. കാരണം ദൈവത്തിൻ്റെ മുകളിൽ വേറൊരു സ്ഥാനം ആർക്കും കൊടുക്കാറില്ലെന്നാണ് പറഞ്ഞത്. കാരണം അത് ഭയങ്കര ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്. കാരണം ദൈവത്തിന് എല്ലാവരിലെ കഴിഞ്ഞ് മുകളിൽ ഒരു സ്ഥാനം കൊടുക്കുക, അതിൻ്റെ മുകളിൽ വേറൊരു സ്ഥാനത്തിന് കയറ്റി വെക്കാതിരിക്കുക. ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിലും ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. കാരണം കയറിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം, നമ്മുടെ രൂപക്കോട്, നമ്മൾ ബൈബിളിന് കൊടുക്കുന്ന
വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം ദൈവത്തിന് വില കൽപ്പിക്കുന്നുവെന്ന്. ശരിക്കും ഞാൻ ഒത്തിരി സങ്കടത്തോടെ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഞാനിങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്ന ഒരാളാണ്. പണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ തുടരുന്ന സമയത്തും ഇതുപോലെ ചെറുതായിട്ട് വചനമൊക്കെ പറയുമായിരുന്നു. അന്നിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ദിവസം അവിടെ ചെന്ന് അന്നും ചെറുതായിട്ട് ഇങ്ങനെ വചനമൊക്കെ പറയുമായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വിഷയങ്ങൾ, അപ്പോൾ എല്ലാം പ്രശ്നമാണ്, ഏത് ഏരിയയിലും പ്രശ്നം. കാരണം ശാരീരികമായ പ്രശ്നങ്ങൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, വീട് വസ്തുവായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാം അയൽവക്കമായിട്ടൊക്കെ ഇഷ്യൂസ്, ഇനി വീട്ടുകാരൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ മുഴുവൻ എല്ലാം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് 1-2 വചനം ഇങ്ങനെ മനസ്സിൽ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വചനമൊക്കെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ ബൈബിൾ ഇങ്ങെടുത്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. കാരണം ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്, ഇങ്ങനെ അഴുക്കും ചെളിയൊക്കെ വീണിട്ട് പൊടി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തെ പേജുകളൊക്കെ ഇങ്ങനെ ഈ വണ്ടൊക്കെ കരണ്ടിട്ടുണ്ട്, ഇങ്ങനെ അട്ടിരിക്കുകയാണ്. ശരിക്കും അതാ പറഞ്ഞത്, ഈ കൊടുക്കേണ്ട വില കൊടുക്കേണ്ടവന് കൊടുക്കുന്നില്ല അല്ലേ. ഈ ഒരു പുസ്തകം വെറുതെ വീട്ടിലിങ്ങനെ അടച്ചു പൂട്ടി ഇരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല, ഒന്നും സംഭവിക്കുന്നത്. പക്ഷേ ഇത് ദിനം തോറും ഡെയിലി ഇത് തുറന്ന് ഇതിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. കാരണം ദൈവത്തിൻ്റെ വചനം എവിടെയൊക്കെ പറയുന്നോ അത് ഫലം ചൂടാതെ മടങ്ങിപ്പോവില്ല. കാരണം ഇതിന് ഒരു പ്രവൃത്തി തലവും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പ്രവൃത്തി തലവും കൂടിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന്, ഒരു പ്രവൃത്തി തലവും കൂടിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉൽപ്പത്തി 1:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്തു വെളിച്ചമുണ്ടാവട്ടെ. അതിന് അടുത്തൊരു പ്രവൃത്തി തലം ഇതാണ്, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വചനമാണ്, ഉണ്ടായി എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മുടെ ഈ ബൈബിളിലെ വചനങ്ങൾ മുഴുവൻ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു വചനം നമ്മൾ അതരം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആക്ഷനിലേക്ക് ചെന്നിട്ടേ അത് തീരത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി. അപ്പം ഈ ബൈബിള് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ അവമതിക്കുന്ന പോലെയാണ്, അവഗണിക്കുന്ന പോലെയാണ്. കാരണം ഇതിനെ വെറുമൊരു ഹിസ്റ്റോറിക് ബുക്കാട്ടോ അല്ലെങ്കിൽ വെറും കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഒരു സാധനമായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഇതൊരു സാധാരണ ബുക്കൊന്നും അല്ല. ഇതിനകത്ത് എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇതുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്, ആരോടും മനസ്സിലാക്കാത്ത പല വിങ്ങലുകൾ ഞാൻ ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു ദൈവമുണ്ട്, ആ ദൈവം എൻ്റെ അലച്ചലുകൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ അത് എണ്ണിയ ഒരു കർത്താവ് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇതിലെ പല താളുകളും എൻ്റെ കണ്ണീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കർത്താവ് ഇതിനകത്തുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തന്ന ഒരു കർത്താവുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. പെറ്റ അമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. നിന്നെ ഞാൻ ഉള്ളം കയ്യിൽ കരുതുന്നു എന്ന് പറഞ്ഞ ഒരു കരുതലിൻ്റെ ദൈവം ഇതിനകത്തുണ്ട്. എനിക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട് ഇതിനകത്ത്. എനിക്ക് വേണ്ടി കുരിശ് വഹിച്ച ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇഞ്ചിഞ്ച കീറി മുറിച്ച ഒരു ദൈവം ഇതിനകത്തുണ്ട്. എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം ഇതിനകത്തുണ്ട്. എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ ചെവിയുള്ള ഒരു കർത്താവ് ഇതിനകത്തുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കാനാവാത്ത വിധം കൈകൾക്ക് കുറുകിപ്പോകാത്ത ഒരു ദൈവം ഈ പുസ്തകത്തിനകത്തുണ്ട്. ദിസ് ഈസ് നോട്ട് എ ബുക്ക്, ദിസ് ഈസ് മൈ ലൈഫ്. അതെൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതമാണത്.
കാരണം അതിനെ വെറും ഒരു ബുക്കായിട്ട് മൂലക്കിടാനുള്ളതല്ല. നമ്മളൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് 2-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് കൂട്ടിയിടും, അല്ലെങ്കിൽ എടുത്ത് കത്തിക്കും, അല്ലെങ്കിൽ തൂക്കി വിൽക്കും. അങ്ങനെ വിൽക്കാനുള്ള സാധനമല്ല ഇത്. ഇത് ഡേ ടു ഡേ എൻ്റെ ഒരു ആത്മീയ ഭോജനമായത്. എൻ്റെ ദിവസം തോറും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗൈഡൻസ് ആയത്. അതിന് നമ്മളൊരു വില കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപക്കൂടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വയ്ക്കുന്ന ഈശോയുടെ സ്റ്റാച്ചു ആയിക്കൊള്ളട്ടെ, ക്രൂശിത രൂപമായിക്കൊള്ളട്ടെ, മാതാവിൻ്റെ സ്റ്റാച്ചു ആയിക്കൊള്ളട്ടെ, അതൊക്കെ അതിൻ്റെ ഭവ്യതയോട് കൂടി തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു വില നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതൊരു പ്രഥമ സ്ഥാനം നമ്മൾ അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളൊരു വീട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രൂപക്കൂട് എവിടെ വയ്ക്കാം. അത് ശരിയാവത്തില്ല. അതുപോലെ ഒരു ഓഫീസിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടൊരു വൈദികനുണ്ട്, അച്ഛനെൻ്റെ സ്പിരിച്വൽ ഫാദറുമാണ്. അച്ഛനൊരു കോളേജിൻ്റെ മാനേജറായിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പം അച്ഛൻ്റെ ആ കോളേജിൽ ഡയറക്ടറില്ല. അപ്പം തിരുഹൃദയ ഈശോയാണ് ഡയറക്ടർ. അപ്പം അതിനൊരു സ്ഥാനം അവിടെ വെച്ചിട്ടുണ്ട്. ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് തിരുഹൃദയ ഈശോയുടെ ഒരു രൂപം വെച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡയറക്ടർ. അപ്പോൾ എന്നും ഈ മാനേജർ അച്ഛൻ ചെന്ന് ആ ഡയറക്ടറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഏറ്റവും ടോപ്പസ്റ്റ് പൊസിഷൻ ദൈവത്തിന് കൊടുക്കുക, ബാക്കി പിന്നെ ദൈവം നോക്കിക്കോളും. ഇതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഭവനത്തിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തില്ലെങ്കിൽ ഈ ഹഗ്ഗായി 1-ാം അധ്യായം 5 മുതലുള്ള പറഞ്ഞ വാക്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തുമാത്രം കഴിച്ചാലും നമുക്ക് തൃപ്തി വരത്തില്ല, ശരിയല്ലേ? നമുക്ക് ആഹാരത്തിന് വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ? വീട്ടിൽ നമുക്കൊരു കുറവില്ല. ഇനി അത് പോരാണ്ട് നമ്മൾ പുറത്തു നിന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൃപ്തി വരുന്നുണ്ടോ? എന്ത് കഴിച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്ക്. ഇനി നമുക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, എന്നിട്ട് വല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഇനി ഡ്രസ്സോ ഇഷ്ടം പോലെയാണ്, എന്നിട്ട് നമുക്ക് വല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? സൗകര്യങ്ങളുണ്ട്, വണ്ടിയുണ്ട്, 1-ന് 10 വണ്ടിയുണ്ട്. ഇനി സാലറി അല്ലേ, പണ്ടത്തെ, ഇനി ഞാൻ 1960s വീണ്ടും പോവാണ്. അന്നത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോലിയാണ്. കാരണം ഒരു 10-ൽ നിന്ന് 20-ലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 2 വർഷമൊക്കെ കഴിയണമായിരുന്നു. കാരണം ഒരു 2 വർഷത്തെ അത്രയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു 10-ൽ നിന്ന് ഒരു 20-ലേക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് ആ പൈസ ഒരിക്കലും പാഴാവത്തില്ലായിരുന്നു. തലമുറയ്ക്ക് ഒരു മൂലധനമായിട്ട് അത് മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് 1-ൽ നിന്ന് 100-ലെത്താനായിട്ട് വിതിൻ ഡേയ്സ് മതി. ഇന്ന് ലക്ഷക്കണക്കിന് രൂപ സാലറിയാണ്. പക്ഷേ ഇത്രയും കിട്ടിയിട്ടും ഇത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതെങ്ങനെ നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നു, അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം അല്ലേ? നമ്മൾ വട്ടക്കൊട്ട വെള്ളം കോരുന്ന പോലെ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പണ്ട് ഈറ്റയൊക്കെ കൊണ്ടുണ്ടാക്കിയ വട്ടക്കൊട്ട. അതിനകത്ത് വെള്ളം കോരി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹോൾസാണ്. പണ്ട് മണലൊക്കെ വാരുന്ന കൊട്ടയുണ്ടായിരുന്നു. പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അതിലിങ്ങനെ മണലൊക്കെ കോരിയെടുക്കുമ്പോൾ വെള്ളം മൊത്തം ഇങ്ങനെ പോകും. അതിൽ വട്ടക്കൊട്ട വെള്ളം കോരുന്നു എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തുള്ളി പോലും ബാക്കി കാണത്തില്ല. ഇതുപോലെയാണ് നമുക്ക് 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ സാലറി ക്രെഡിറ്റ് ആകും. ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് 5 പൈസ അക്കൗണ്ടിൽ കാണത്തില്ല. ഇനി ഒരു 10 വർഷം 20 വർഷം വർക്ക് ചെയ്തു, 5 പൈസ ഒരു നിക്ഷേപമോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. ബാലൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാകത്തില്ല. കൂലി ലഭിക്കുന്നത് അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം, എവിടെയൊക്കെയോ അവഗണിച്ചു പോകുന്ന ഒരു ദൈവിക സാന്നിധ്യം. നമുക്കത് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 1:30 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം
അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. അവർ ശുദ്ധഗതിക്കാരായിരിക്കും, പക്ഷെ ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കാതെ അവനിൽ നിന്ന് വിട്ടകലുമ്പോൾ മരണപ്പെടുന്നത് പോലെയാണ്, മൃതിപ്പെടുന്നത് പോലെയാണ്. ഇനി ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ഇതിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5 പേര് കാണും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നവർ. അവരുടെ ഒരു ഫിനാൻഷ്യലി അവർ സ്റ്റേബിളാണ്. എന്ത് വന്നാലും അങ്ങനെയുള്ളവർ കുലുങ്ങില്ല. ഒരു നമുക്കിങ്ങനെ ഹാംഫുള്ളായിട്ട് ഒരു കാര്യം ആ കുടുംബത്തിൽ കാണത്തില്ല. കാരണം അവർ ദൈവത്തിന് കൊടുക്കേണ്ട വില ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൂട്ടി രാവിലെ ബലി അർപ്പിച്ചിട്ട് ജീവിതം തുടങ്ങുന്ന കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട്. 7 മണിക്ക് കറക്റ്റ് സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഇന്നും ചൊല്ലി കാഴ്ചവെക്കുന്നവരുണ്ട്. ഈശോയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുക്കുന്നവരുണ്ട്. അവർ കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് ജീവിക്കുന്നത്. അവർ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്താണെന്നറിയാം? രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. സമാധാനമായിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തവർക്ക് ദൈവം തരുന്ന ഒരു വലിയൊരു സമ്മാനമാണ്. ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ വചനം ഒന്നും കൂടി ശ്രവിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങളേറെ വിതച്ച് കുറച്ച് മാത്രം കൊയ്തു. ആ ഒരു സംഭവം നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഒരിക്കലും തൃപ്തരാവുന്നില്ല. തൃപ്തമായവ ഭക്ഷിക്കാനായിട്ട്, തൃപ്തമായവ പാനം ചെയ്യാനായിട്ട്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമുക്ക് കുളിര് മാറാനായിട്ട്, നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ ഒട്ടസഞ്ചരി ഇടാൻ വേണ്ടിയല്ല, അതൊരു ഫിക്സഡ് അസറ്റായിട്ട് മാറാൻ വേണ്ടി, വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമ്പാദ്യങ്ങളൊന്നും ഊതിപ്പറപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കാം. ഹഗായി 2:19 പറയുന്ന പോലെ, വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഏത് മൊമെൻ്റ് നിൻ്റെ ദൈവമായ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നോ, നിൻ്റെ ദൈവമായ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നോ, ഇരുത്തേണ്ടടുത്ത് അവനെ ഇരുത്തുന്നോ, അന്നു മുതൽ ദൈവം നിന്നോട് പറയും, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ.